പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 എക്കണോമിക്സ് കോഡ് നമ്പർ 318 പ്രീവിയസ് ഇയർ ന്യൂ സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 4 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടന്നത് 2024 ഏപ്രിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 4 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 4 മാർക്കിൽ തന്നെ 2 പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോയിലാണ്. ഇന്ന് 4 മാർക്കിന്റെ വിവിധ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ആൻസറുകളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്കിനാകുമ്പോൾ നമ്മൾ ഒരു A4 ഷീറ്റിന്റെ ഒരു 3/4 ഭാഗമെങ്കിലും എഴുതണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിലൊക്കെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിക്ക ക്വസ്റ്റ്യൻസിലും നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 100 മാർക്കിന്റെ പേപ്പറാണ്. അതിൽ 80 മാർക്കാണ് എഴുത്ത് പരീക്ഷ. എക്കണോമിക്സ് 26 മാർക്കാണ് നമ്മൾ എഴുതി പാസ്സാവേണ്ടത്. അസൈൻമെന്റ് മാർക്ക് കൂടാതെ 26 മാർക്ക് പാസ്സാവണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക്. അതാണ് കൂടുതൽ ചാപ്റ്റർ. 60% സിലബസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? 2ാമത്തെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ കൂടുതൽ സമയം പഠിക്കുമ്പോൾ ആദ്യം തന്നെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാം. 1ാമത്തെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കുറഞ്ഞ മാർക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുന്നത് സ്റ്റേറ്റ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ടോട്ടൽ എക്സ്പെൻഡിച്ചറും പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതിന്റെ ആൻസർ നമുക്ക് 16ാമത്തെ ചാപ്റ്റർ പറയുന്നുണ്ട്. 16ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്താന്നുള്ള ഗൈഡില് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു പദാർത്ഥത്തിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന അനേകം ഘടകങ്ങളിൽ ഒന്നാണ് വില എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ വിലയിൽ വരുന്ന മാറ്റം കൊണ്ട് അതിന്റെ ഡിമാൻഡിൽ വരുന്ന മാറ്റത്തിന്റെ നിരക്കിനെയാണ് എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു ഉൽപ്പന്നത്തിന്റെ വിലയിൽ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഡിമാൻഡിൽ വരുന്ന മാറ്റത്തിന്റെ നിരക്കിനെയാണ് എന്ത് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഡിമാൻഡിൽ വരുന്ന ആനുപാതിക മാറ്റം ഡിവൈഡ് ബൈ വിലയിലുള്ള ആനുപാതിക മാറ്റം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ചോദനത്തിന്റെ മാറ്റം ഡിവൈഡ് ബൈ ആദ്യ ചോദനം ഹരിക്കണം വിലയിലെ മാറ്റം ഡിവൈഡ് ബൈ ആദ്യ വില പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ട്. പിന്നെ പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഒരു സാധനത്തിന്റെ വിലയെ അതിന്റെ ഡിമാൻഡിന്റെ അളവ് കൊണ്ട് ഗുണിച്ചിട്ടാണ് നമ്മൾ ചെലവ് കണ്ടുപിടിക്കുക. അപ്പൊ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. വിലയെ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിച്ചാൽ മതി. ചെലവ് രീതി അനുസരിച്ച് വിലയിലുണ്ടാകുന്ന മാറ്റം ചെലവിലുണ്ടാകുന്ന മാറ്റം തമ്മിൽ താരതമ്യം ചെയ്താണ് ഇലാസ്തികത നിർണ്ണയിക്കുന്നത്. ഈ രീതി പ്രകാരം ഇലാസ്തികത ഒന്നിൽ കൂടുതലാണോ ഒന്നിൽ കുറവാണോ എന്ന് കണ്ടെത്താൻ കഴിയും. വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ വിപരീത ദിശയിലാണ് ചെലവ് മാറുന്നതെങ്കിൽ ഇലാസ്തികത ഒന്നിൽ കൂടുതലായിരിക്കും. അതായത് വില വർദ്ധിക്കുമ്പോൾ ചെലവ് കുറയും, വില കുറയുമ്പോൾ ചെലവ് വർദ്ധിക്കുകയും ചെയ്യുകയാണ് ഉയർന്ന ഇലാസ്തികത. രണ്ടാമത് പറയുന്നത് വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ചെലവിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ലെങ്കിൽ ഇലാസ്തികത 1 ആയിരിക്കും. മൂന്നാമത് പറയുന്നത് വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അതേ ദിശയിൽ തന്നെയാണ് ചെലവ് മാറുന്നതെങ്കിൽ 1നേക്കാൾ കുറവായിരിക്കും ഇലാസ്തികത. ഓക്കെ, ഇതൊരു പട്ടിക രൂപത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. 4 മാർക്കിന് നമുക്ക് അത് മതി. ഇനി ഇത് അറിയാത്തവരാണ് സ്റ്റേറ്റ് ദി ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? അതിന്റെ ഓപ്പറേഷന്റെ കാരണം എന്താന്നുള്ളത് ആണ്. 15ാമത്തെ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാല് there is a inverse relationship between price and of a commodity and quantity. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റവും ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റവും തമ്മിൽ വിപരീത ദിശയിലാകുന്ന ഒരു ഘട്ടമാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത്. ഇവിടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻ ഏതൊക്കെയെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനാലിറ്റിയാണ്. സീമാന്ത ഉൽപാദന നിയമമാണ്. ലോ ഓഫ് ഡിമിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നം കൂടുതൽ അളവിൽ ഉപയോഗിക്കുക എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ ദാഹിച്ചു വരുന്ന ഒരാള് വെള്ളം കുടിക്കുമ്പോൾ ആദ്യം നല്ല ഇൻട്രസ്റ്റോട് കൂടി കൂടുതൽ വെള്ളം കുടിക്കും. പിന്നെ അതിനേക്കാൾ അളവ് കമ്മിയാക്കും, പിന്നെ അതിനേക്കാൾ കുറക്കും. അല്ലെ, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവും. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് കഴിക്കുമ്പോൾ ഫുഡ് നന്നായിട്ട് കഴിക്കും, പിന്നെ വയറ് തികയത്തുമ്പോൾ അടുത്ത കഴിക്കുക, പിന്നെ പിന്നെ വീണ്ടും വാങ്ങും.
നമ്മൾ വയറ് തകഞ്ഞ് 2ാം പ്രാവശ്യം വയറ് തകഞ്ഞ് പിന്നെ കഴിക്കുമ്പോൾ വയറിന് അസ്വസ്ഥത വരും. അപ്പോൾ ഫസ്റ്റത്തെ ഇംപ്രഷൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇംപ്രഷൻ എന്ത് ചെയ്യണം, കുറഞ്ഞു വരുന്ന ഒരു ഘട്ടമാണ്. അവിടെ ലോ ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്താണ് ഇതാക്കാന്നുള്ളത്. പിന്നെ വരുമാനം തന്നെ, ഒരാളുടെ വരുമാനം കൂടിയ ഡിമാൻഡ് കൂടും അല്ലെ. നമ്മുടെ വരുമാനം കൂടിയ നമ്മുടെ വീടൊക്കെ ഒന്ന് വലുതാക്കും, നമ്മൾ കുറച്ച് തോട്ടങ്ങൾ വാങ്ങും, വാഹനങ്ങൾ വാങ്ങും, നമ്മൾ വീട്ടിലെ ഫുഡ് ഐറ്റങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരും. അതൊക്കെ വരുമാനത്തിലാണ്. അതേപോലെ തന്നെ പ്രതിസ്ഥാപന വസ്തുക്കൾ, ചായ, കോഫി. ഇപ്പൊ ചായപ്പൊടിയുടെ വില നല്ല കുതിച്ചുയരാണ്. ചായപ്പൊടിയുടെ വില കുതിച്ചുയർന്ന് നമ്മൾ ചായ കുടിക്കൽ കുറച്ച് കമ്മിയാക്കി ചിലപ്പോൾ കാപ്പി കുടിക്കേണ്ടി വരും. അതല്ലെങ്കിൽ കാപ്പിയുടെ വില കൂടി തിരിച്ചിട്ട് സംഭവിക്കാം. അല്ലെങ്കിൽ ഹോർലിക്സിന്റെ വില കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വാങ്ങാതെ ചിലപ്പോൾ ഏത് വാങ്ങും, ബൂസ്റ്റ് വാങ്ങും. ബൂസ്റ്റിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, അപ്പൊ ഇതില് 3 റീസണാ പറഞ്ഞല്ലോ. ഒന്ന് നമ്മള് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, 2 ഇൻകം, 3 സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ്. 44ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം സ്റ്റേറ്റ് 3 ഡീമെറിറ്റ് ആണ്. എന്താണ് ബാർട്ടർ സമ്പ്രദായം എന്ന ഡീമെറിറ്റ് എന്തൊക്കെയാന്നുള്ളതാണ്. ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പണം വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു കാലത്ത് പണം കണ്ടുപിടിക്കാത്തൊരു കാലഘട്ടമുണ്ട്. അന്ന് നമ്മൾ എന്ത് ചെയ്യണം, സാധനങ്ങൾ കൊടുത്തപ്പോൾ ഒരു വീട്ടിൽ നെല്ല് കൃഷി നടത്തില്ല, നെല്ല് കൊടുത്തിട്ട് ചിലപ്പോൾ അടുത്ത ഒരാളിൽ നിന്ന് പച്ചക്കറി ഇങ്ങോട്ട് വാങ്ങും. അങ്ങനെ ആ നെല്ലിന്റെ അളവിനനുസരിച്ച് പച്ചക്കറി ഇങ്ങോട്ട് വാങ്ങാണ്. അവൾ അളവും തൂക്കും കാര്യങ്ങളൊന്നും ഒരു ഏകദേശ കണക്കിന്. ചിലപ്പോൾ ഒരു കോഴിയെ കൊടുത്തിട്ട് താറാവിനെ ഇങ്ങോട്ട് വാങ്ങും. ഇതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ ഡീമെറിറ്റ് എന്തൊക്കെയാണ്? അളക്കാനും തൂക്കാനും പറ്റൂല. ചിലപ്പോൾ ഒരാൾക്ക് കിട്ടുമ്പോൾ കൂടുതൽ അളവ് കിട്ടും, ചില ആൾക്ക് കിട്ടുമ്പോൾ നഷ്ടമാവും. ഓക്കെ, അളക്കാനും തൂക്കാനും പറ്റുന്നില്ല. അതേപോലെ അതിന്റെ വില നിശ്ചയിക്കാനോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കഴിയുന്നില്ല എന്നുള്ള. അതേപോലെ മുറിച്ചു നൽകാൻ പറ്റുന്നില്ല. ഓക്കെ, ചില ഐറ്റങ്ങളൊക്കെ നമുക്ക് മുറിച്ചു നൽകാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയായിട്ടാണ്. അളവും തൂക്കവും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുറിച്ചു നൽകാനോ അതിന്റെ വില തിട്ടപ്പെടുത്താനോ ക്വാണ്ടിറ്റി തിട്ടപ്പെടുത്താനോ ഒന്നും അതേപോലെ തന്നെ പൊരുത്തപ്പെടാത്തൊരു അവസ്ഥകളൊക്കെ വരും. കാരണം ഒരാൾക്ക് ഇപ്പോൾ അരി കൊടുത്ത് പച്ചക്കറിയെ വാങ്ങണമെങ്കിൽ ചിലപ്പോൾ അയാളെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാവും, പക്ഷെ അത് ആവശ്യമില്ല, പക്ഷെ വാങ്ങിയേ പറ്റുള്ളൂ. പകരത്തിന് പകരം കിട്ടുന്നത് ഇതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല ലിമിറ്റേഷനും ഉണ്ട്. 3 എഴുതാം. എന്തൊക്കെയാണ് 3 എഴുതുക? അളവെക്കാനും തൂക്കാനും പറ്റുന്നില്ല, വില നിർണ്ണയിക്കാൻ പറ്റുന്നില്ല, അത് പൊരുത്തപ്പെടായ്മ വരുന്നുണ്ട്, മുറിച്ചു നൽകാൻ പറ്റായ്മ വരുന്നുണ്ട്. ഇതൊക്കെ ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മ. ഇനി ഇത് അറിയാത്തവരാണ്. സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഓഫ് ക്രെഡിറ്റ്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ചോദ്യ നമ്പർ വരുന്നത് 44ാമത്തെ ചോദ്യത്തിലാണ് വരുന്നത്. ചാപ്റ്റർ 25 അത് വരുന്നുണ്ട്. ഓക്കെ, 25ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് വരുന്നുണ്ട്. സോറി, 28ാമത്തെ ചാപ്റ്റർ കേട്ടോ. 28ാമത്തെ ചാപ്റ്ററിൽ ഗൈഡിലെ അവസാനത്തെ ചോദ്യമാണ്. ഗുണപരമായതും വായ്പ നിയന്ത്രണ രീതിയും പരിണാത്മക വായ്പ നിയന്ത്രണ രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പ്രത്യേക മേഖലയിലേക്കോ ലക്ഷ്യത്തിനോ വേണ്ടി വായ്പയുടെ ഗതി തിരിച്ചുവിടുന്നതിന് കേന്ദ്ര ബാങ്ക് ഉപയോഗിക്കുന്ന വായ്പാ നിയന്ത്രണ രീതിയാണ്. ഈ രീതി അനിവാര്യവും അനിവാര്യമല്ലാത്തതുമായ ഉപയോഗങ്ങളെ വേർതിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ വായ്പകളുടെ ഉപയോഗം നോക്കി അവയെ നിയന്ത്രിക്കുക എന്നാണ് ലക്ഷ്യം. എന്നാൽ പരിമാണാത്മക വായ്പാ നിയന്ത്രണം എന്നത് പണത്തിന്റെ മൊത്തം പ്രധാനത്തെ സ്വാധീനിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ബാങ്കിങ്ങിന് സമ്പ്രദായത്തിലെ വായ്പയുടെ വ്യാപ്തം വികസിപ്പിക്കുകയോ ചുരുക്കുകയോ ചെയ്യുക എന്നാണ് പരിമാണാത്മകപരമായ വായ്പാ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ. അതിൽ വരുന്നത് ബാങ്ക് നിരക്ക് നയണ്ട്, പരസ്യ കമ്പോളങ്ങൾ വരുന്നുണ്ട്, കരുതൽ അനുപാതങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി 45ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ 4 ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ സപ്ലൈ ഓഫ് കമ്മോഡിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുതൽ കഴിഞ്ഞാൽ ഒരു ഉൽപാദകന് കൂടുതൽ ഉൽപാദിപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യുന്നുണ്ട്. വില കൂടുമ്പോൾ ഒരു മാനുഫാക്ചർ എന്ത് ചെയ്യും? കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ഒരു നെല്ലിന് വില കൂടിക്കഴിഞ്ഞാൽ കർഷകനും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിച്ച് സപ്ലൈ കൂടും. അപ്പൊ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊരു പച്ചക്കറിക്ക് ഏതെങ്കിലും ആയിട്ട് വില കൂടിക്കഴിഞ്ഞാൽ കർഷകൻ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച്, വില കുറഞ്ഞാലോ ഉൽപാദനം കമ്മിയാക്കും. അപ്പൊ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയാണ്. അത് ഇതൊരു ഉൽപാദകനും വിലയും തമ്മിലുള്ള ബന്ധമാണ്.
അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്നത് ഉൽപാദക യൂണിറ്റിന്റെ ലക്ഷ്യങ്ങളാണ്. നാല് ഫാക്ടർ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും. ഓരോന്നിനും ഓരോ മാർഗം ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമാണ്. ഒരു ഉൽപാദന യൂണിറ്റിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ലാഭം നേടുക എന്നാണ്. മൊത്തം വരുമാനം ഏറ്റവും ഉയർന്നിരിക്കുകയും മൊത്തം ചെലവ് ഏറ്റവും താന്നിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ഉൽപാദന രീതി. അപ്പൊ മൊത്തം വരുമാനം നല്ല കൂടണം, ചെലവ് അവിടെ കുറയുമാണ്. അവിടെയാണ് എന്ത് ചെയ്യുക, അല്ല കണ്ടമാനം വരുമാനം കിട്ടുന്നിടത്ത് കണ്ടമാനം ചെലവും വരികയാണെങ്കിൽ അതുകൊണ്ട് വലിയ ലാഭം ഉണ്ടാവില്ല. അപ്പൊ നല്ല വരുമാനം കിട്ടുമ്പോൾ അവിടെ ചെലവ് കുറയണം. അപ്പോഴാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ആ ഉൽപാദന സംബന്ധിച്ച് ലാഭം ഉണ്ടാകുക. രണ്ടാമെന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്യപ്പെടുന്ന സാധനത്തിന്റെ വിലയാണ്. ഒരു ഉൽപാദന യൂണിറ്റ് സപ്ലൈ ചെയ്യുന്ന സാധന അളവ് ആ സാധനത്തിന്റെ വിലയെ ആശ്രയിക്കുന്നു. മറ്റ് ഘടകങ്ങളുടെ വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ഒരു സാധനത്തിന്റെ വില ഉയരുമ്പോൾ അതിന്റെ സപ്ലൈ വർദ്ധിക്കുകയും വില താഴുമ്പോൾ സപ്ലൈ കുറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത് പറയുന്നുണ്ട് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ് ആണ്. മറ്റു സാധനങ്ങളുടെ വിലകളാണ്. മറ്റുള്ള എല്ലാ സാധനങ്ങളുടെ വില ഒരു സാധനത്തിന്റെ സപ്ലൈ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റു സാധനങ്ങളുടെ വില ഉയരുകയാണെങ്കിൽ അവിടെ ഉൽപാദനവും സപ്ലൈയും വർദ്ധിക്കും. അതേസമയം വില ഉയരാത്ത വസ്തുവിന്റെ ഉൽപാദനം ആകർഷണീയമല്ലാതെയും ചെയ്യുന്നുണ്ട്. പിന്നെ സാങ്കേതിക വിദ്യയുടെ നിലവാരമാണ്. സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന പുരോഗതി സാധന സേവനങ്ങളുടെ ഉൽപാദന ചെലവ് കുറക്കും. ചുരുക്കി പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ നിലവാരം സാധന സേവനങ്ങളുടെ ഉൽപാദനത്തെയും സപ്ലൈയും ബാധിക്കുന്ന ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് അറിയാത്തവര് എ സപ്ലൈ കർവ് ഓഫ് എ കമ്മോഡിറ്റി പാസസ് ത്രൂ ദി ഒറിജിൻ പ്രിപ്പറേഷൻ സപ്ലൈ ഷെഡ്യൂൾ സച്ച്. ഒരു സപ്ലൈ കർവ് എങ്ങനെയാണ് വരുന്നത്? അതേ 196 പേജിലുണ്ട്. ഒരു ആപ്പിളിന്റെ ഉദാഹരണം ഗൈഡിന് 197 പേജിലുണ്ട്. ഒരു ഉൽപ്പന്നം എടുക്കുക, ആപ്പിളിന്റെ വില ഇങ്ങനെ ഇതാണ് കുറഞ്ഞു വരികയാണ്, 6, 5, 4, 3, 2. അപ്പൊ സപ്ലൈ എത്രയാണ്? വില കുറയുമ്പോൾ സപ്ലൈ കുറഞ്ഞു വരികയാണ്. വില കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഉൽപാദനം സംബന്ധിച്ചിടത്തോളം അത് ഉൽപ്പാദിപ്പിച്ച വലിയ ലാഭം കിട്ടൂല. അപ്പൊ വില കുറയുമ്പോൾ അയാൾ സപ്ലൈ കുറയാണ് ചെയ്യുന്നത്, അല്ലേ? പിന്നെ ഇത് വെച്ചിട്ട് കർവും ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് സപ്ലൈ കർവ്. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് അപ്വേർഡ് ഡയറക്ഷൻ ആണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ചോദ്യമാണ്, വാട്ട് ഈസ് ഫിസിക്കൽ പോളിസി എക്സ്പ്ലെയിൻ ടു ഫിസിക്കൽ മെഷർ? എന്താണ് ഫിസിക്കൽ പോളിസിയുടെ 2 മെഷേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ് ചോദിക്കുക. ഇത് നമുക്ക് 27ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ നികുതികൾ, സർക്കാർ ചെലവ്, വായ്പ വാങ്ങൽ എന്നീ നികുതി കുരുക്കൾ അപര്യാപ്ത ചോദനം തിരുത്താനായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മൾ വേണ്ടത് നികുതി കുറക്കുക എന്നുള്ളതാണ്. നികുതികൾ കുറക്കുമ്പോൾ ജനങ്ങളുടെ വിനിയോഗയോഗ്യമായ വരുമാനം വർദ്ധിക്കും, അത് ഡിമാൻഡ് വർദ്ധിപ്പിക്കും. വായ്പകൾ തിരിച്ചു നൽകുക എന്നുള്ളതാണ്. പിന്നെ സർക്കാർ എടുത്തിട്ടുള്ള വായ്പകൾ തിരിച്ചു നൽകിയാൽ അപര്യാപ്ത ചോദനം തിരുത്താൻ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഫിസിക്കൽ പോളിസിയെ കുറിച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. നികുതികൾ, സർക്കാർ ചെലവ്, വായ്പ എന്നിവ സംബന്ധിച്ച് സർക്കാർ നയത്തിന് പറയുന്ന പേരാണ് നികുതിപരമായ നയം. പൂർണ്ണ തൊഴിൽ കൈവരിക്കുക, സാമ്പത്തിക സ്ഥിരത, വളർച്ചാ നിരക്ക് നിലനിർത്തുക എന്നിവയാണ് നികുതിപരമായ നയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഇതിന് 3 ഉണ്ട്. ടാക്സേഷൻ, സർക്കാർ ചെലവ് കുറയ്ക്കുക, വായ്പ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ 4 മാർക്കിന്റെ 2 പ്രോബ്ലംസ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. പിന്നെ 2 മാർക്കിന്റെ അവതരിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ട് ചോദിക്കാം. നമ്മൾ അവതരിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്കാണ് കൂടുതൽ കാണുന്നത്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഗൈഡ് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൈഡ് പഠിച്ചാലും മതി, പക്ഷെ പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് ബേസിൽ വർക്ക്ഔട്ട് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നമ്മൾ SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും നമ്മൾ നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ, നാട്ടിലെ ലീവിന് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, എക്സാം എഴുതുക. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാൻ, മൊബൈലിൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.